ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ കല്യാണത്തിന് എല്ലാവരും കണ്ടിരിക്കുന്നറിയാം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഫുൾ കല്യാണം, പുടവ കൊടുക്കൽ, പുടവ കൊടുക്കൽ, തലേന്ന് കല്യാണ റിസപ്ഷന്, ഇതെല്ലാ വീഡിയോയും കൂടി ഒരുമിച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിടാണ്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നുകൂടി കാണാമല്ലോ. ഇത് നമ്മൾ പുടവ കൊടുക്കാൻ പോവാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾ കസിൻ പെങ്ങന്മാരെല്ലാവരും കൂടിയാണ്. ബ്രദറിന് ഒരു അനിയനാണുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആൺകുട്ടികൾ എനിക്കുണ്ട്. അപ്പോൾ പിന്നെ വേറെ കസിൻസ് ആണല്ലോ പുടവ കൊടുക്കാനൊക്കെ പോവുക. അപ്പോൾ അങ്ങനെ അതിൽ മൂത്തൊരു ചേച്ചിയാണ് പുടവ കൊടുത്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എത്തി. പിന്നെ ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ തന്ന് അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുടവ കൊടുക്കാനൊക്കെ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ബ്രദേഴ്സായിട്ട് ഇവർ മാത്രമേ ഉള്ളായിരുന്നു, കസിൻസായിട്ട് അങ്ങനെയല്ല, അനിയൻ ഏട്ടന്മാരെല്ലാം ഒക്കെ സിബ്ലിങ്സ് മൊത്തം സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പം ഈ അപ്പേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുടവയൊക്കെ കൊടുത്ത് അതിനൊക്കെ പോയി തിരിച്ചെത്തി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് നല്ലോണം ഫുഡ് കഴിച്ച് വന്നതിനെ കൊണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് ബ്ലോക്കിലായിരുന്നു. ബ്ലോക്ക് കുടുങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. 1 മണി 1:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഞങ്ങളെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ച് ഞങ്ങൾ എന്നാലും ലാസ്റ്റ് ട്രിപ്പിലാണ് ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് അന്ന് കുറേ സാധനം ഇനിയും മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മാമൻ്റെ മക്കൾക്കൊക്കെ അതിന് ഡ്രസ്സ് അടിച്ചാൽ കിട്ടാനുണ്ട്. പിറ്റേ ദിവസമാണ് കല്യാണം. എൻ്റെ ചേച്ചിക്ക് ഡ്രസ്സ് അടിച്ചാൽ കിട്ടാണ്ട്. പിന്നെ അല്ലറ ചില്ലറ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാണ്ട്. ഈ പെൺകുട്ടികളുടെ ഒരുക്കങ്ങൾ തീരുവില്ലെന്ന് അറിയുന്നത് എന്തുകൊണ്ടും അത് ശരിയാണ്. കാരണം ഞങ്ങൾ ഒരുക്കങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൈലാഞ്ചി ഇടണം, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഞങ്ങൾക്കുണ്ട്. കുറച്ച് മഴയത്ത് കുടുങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി. അവിടെ എത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സ് വന്ന് ഗ്രൂം ടു ബി ഒക്കെ നടത്തി. അങ്ങനെ കുറേ കേക്ക് കട്ടിങ്, കുറേ കേക്കൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ സ്പീക്കറിൻ്റെ സാധനം ഞങ്ങൾക്ക് തന്നു, ബ്ലൂടൂത്ത് കണക്ഷൻ. ഞങ്ങളിങ്ങ് എടുത്തു അത്. പിന്നെ ഞങ്ങളെ വകയുള്ള ഡാൻസുകളായിരുന്നു. കുറേ ഡാൻസ് കളിച്ച് തിമിർത്ത് അടിപൊളിയാക്കി. ഇങ്ങനെ ഒരു ബ്രദറിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മൊത്തം സിസ്റ്റേഴ്സാണ് ഞങ്ങൾ സിബ്ലിങ്സ്. സമയം ഇപ്പൊ 12:55. എല്ലാരും ഒന്ന് കാണിക്കേ. ഒരാള് കുളിച്ചു കുത്തിരിക്കുക, ഒരാള് നാളത്തേക്കുള്ള രണ്ടാണ്, ഒരാള് നാളത്തേക്കുള്ള ഡ്രസ്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഒരാള് ഇങ്ങോട്ട് വാ, അടുത്തൊരാള് മൈലാഞ്ചി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അവിടെ ഒരാൾ ഇവിടെ ഒരാൾ കുളിച്ചിരിക്കുകയാണ്. എപ്പോഴാ നമുക്ക് പുറപ്പെടാൻ തുടങ്ങണ്ടേ? തുടങ്ങട്ടോ ഞങ്ങള് 4 മണി. കല്യാണ മുഹൂർത്തം 10:10. പക്ഷെ ഇവിടുന്ന് 8 മണിക്ക് ഇറങ്ങുള്ളൂ. പക്ഷെ ഞങ്ങള് ഇവിടെ പുറപ്പെടാണ് സ്വന്തം ഏട്ടന്റെ കല്യാണത്തിന്. കണ്ടോ എല്ലാരും കൂടി. ഞങ്ങക്ക് നേരമൊന്നും ഇല്ലാതെ ഇപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്നെ കൈ കാണിച്ചു കൊടുക്ക്, അപ്പുറം കാണിച്ചു കൊടുക്ക്. ഇതൊക്കെ ആദ്യം ഇട്ട് വന്നു, പക്ഷെ ബാക്ക് ഇടാൻ പറ്റിയില്ല അല്ലേ. ഇവിടെ ഭയങ്കര ചർച്ചയിലാണ് രണ്ടാൾക്കാര്. ഞങ്ങള് ഗേൾസിന്റെ ഒരുക്കങ്ങൾ തീരില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ പരിപാടി ഉണ്ട്. മൈലാഞ്ചി ഇട്ട് വെക്കേണ്ടിയിരുന്നു, ധാവണിയൊക്കെ സ്ഥിരണ്ടി വെക്കേണ്ടിയിരുന്നു. ബ്രൈഡാണെന്ന വിചാരം. ഇമ്മളമ്മ കല്യാണത്തിന് അല്ല, ഇമ്മളെ കല്യാണത്തിന് ഞാനൊക്കെ എണീച്ച് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഒളിച്ചോടി പോകാന്നറിയില്ല, ഞാൻ ഒളിച്ചോടി പോവുകയെ എന്നെ കൊണ്ടുപോയി. രാവിലത്തെ പ്രാതലുമായി അങ്ങനെ. എന്റെ ഭഗവാനെ, ഇപ്പോഴും ഇസ്തിരിട്ട് കഴിഞ്ഞില്ല. പിന്നെ സമയം എവിടെ ബിഗ് ബോസ് എടെ സമയം ചിന്തു പറയൂ. അവിടുത്തെ ക്ലോക്ക് നോക്കിട്ട് പറ. 1:18. രാത്രി കിടന്നത് 2:30 3 മണിക്കാണെങ്കിലും ഞങ്ങൾ രാവിലെ 4:45 എണീറ്റു. 4:30 എണീക്കണം എന്നിരിച്ചിട്ട് നടന്നില്ല. 4:45 എണീറ്റ് എല്ലാവരും അവരുടേതായ ഓരോ പരിപാടികളിൽ നിന്നു. പിന്നെ വേഗം പുറപ്പെട്ട് അവിടെ എത്തി. ഞങ്ങൾ ലേറ്റായി, ഞങ്ങൾക്ക് കൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഷേക്കിൻ്റെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് അവിടെ നിന്ന് എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങ് പോന്നു. തുടങ്ങിയതാ 8:59. ഞങ്ങൾ ഇറങ്ങി ഗൈസ്. വരും മമ്മി, ദിസ് ഈസ് മൈ മമ്മി.
ഇവിടുന്ന് 2 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു, കുറേ കാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ബസ്സിലാണ് കയറിയത്. ഞങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്ത് പോകാമെന്ന് വിരിച്ചിട്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഡാൻസൊക്കെ കളിക്കണം എന്ന് വിരിച്ചിട്ട് എല്ലാവരും ക്ഷീണിച്ചിട്ട് തന്നെയാണ് വന്നത്. പിന്നെ അവിടെ എത്തി, ഞങ്ങളവിടെ എത്തി, വെൽക്കം ഡ്രിങ്ക് കിട്ടി. കൃഷ്ണകൃപ എന്ന് പറഞ്ഞ വടകരയുള്ള ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു പരിപാടി ഉള്ളത്. ഞങ്ങളവിടെ 9:30 എത്തി. 10 മണി ടു 10:30 വരെയോ അങ്ങനെ എന്തായിരുന്നു മുഹൂർത്തമുള്ളത്. അവിടെ എത്തി, ഞങ്ങൾ ചെക്കൻ്റെ വയ്യെ നടന്നു, അവിടെ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ കഴിഞ്ഞ് വേഗം മുഹൂർത്താനെ കൊണ്ട് വേഗം ഫുഡ് കഴിക്കാൻ വിളിച്ച്. ഞങ്ങൾ കുറച്ച് ലേഗടിച്ച് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം ലേഗടിച്ച് പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച്. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ കുറേ നേരം നിന്ന് ഒരു ബസ് പോയി. 2ാമത്തെ ബസ്സിൽ വരാനിരിച്ച്. ആ ചേച്ചി ഇവിടുന്ന് ഇറങ്ങുമ്പം ഞങ്ങളൊക്കെ വേണമല്ലോ, ഞങ്ങളല്ലേ ഉള്ളൂ കമ്പനിക്ക്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഞങ്ങൾ നിന്ന്. പിന്നെ എൻ്റെ ചേച്ചി കാറിൽ തന്നെ വന്ന് അവിടുന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും ബസ്സിൽ വന്ന് അവിടെ എത്തി. പിന്നെ പാലും പഴവും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വഴക കുറേ പടക്കം പൊട്ടിക്കൽ, പോപ്പർ പൊട്ടിക്കൽ, അങ്ങനെ അല്ലറ ചില്ലറ കുറേ പരിപാടികളൊക്കെ ഉണ്ടായി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. പിന്നെയും പുറപ്പെടുക റിസപ്ഷന് ഞങ്ങൾ വേഗം ഇറങ്ങേണ്ടിരും. പിന്നെ അവിടുന്ന് സൽക്കാരക്കാർ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് പുറപ്പെട്ട് ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ എത്തി. ഓഡിറ്റോറിയത്തിൽ നിന്നായിരുന്നു പരിപാടി. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന്. ഞങ്ങൾ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കല്യാണം പോലെയല്ലോ, റിസപ്ഷൻ അങ്ങോട്ട് തീരത്തില്ല. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക. പിന്നെ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുപ്പിച്ചു ക്യാമറയിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി വരെ അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു ഫുഡും കൂടിയൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അങ്ങോട്ട് പോകാൻ പിന്നെ വണ്ടിയൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെയോ അവിടെ എത്തി. നല്ല വിറ്റായിരുന്നു. പിന്നെ അവിടെ എത്തി ഞങ്ങൾ പ്ലാനിങ് തുടങ്ങി. നമ്മളിപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ. പിന്നെ അവിടെ എത്തിയ പാടത്തിന് ഞങ്ങൾ കുറച്ച് വേഗം ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ച് ചേച്ചീനെയും ചേട്ടനെയും ഓരോ വൈക്കാക്കിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ, ഫ്രൂട്ട്സ്, പാല് എല്ലാം മേടിച്ച് സെറ്റാക്കി. പിന്നെ ചേച്ചീനെയും ചേട്ടനെയും സർപ്രൈസാക്കി. ഞങ്ങളാണല്ലോ കസിൻസ്. അങ്ങനെ അതൊക്കെ നടന്ന് അവർ സർപ്രൈസായ സംഭവം. അവരത്ര അങ്ങോട്ട് പ്രതീക്ഷിച്ചില്ല. പാല് പിന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ റൂം എങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. അടച്ചടച്ചടച്ച്